എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു ന്യൂ ഇയർ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരേ ഒരു കാര്യം എല്ലാവർക്കും ഉള്ള വിഷയമായിട്ട് പറയാനുള്ളൂ. നമ്മുടെ ലൈഫിലൊക്കെ വളരെ നല്ലതായി നമ്മൾ ചേർത്ത് പിടിക്കുന്ന കാര്യങ്ങളൊന്നും പോവാതിരിക്കട്ടെ. നമ്മുടെ ലൈഫിൽ ഇങ്ങോട്ടേക്ക് വന്നു ചേരുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരിക്കട്ടെ അല്ലെ. ആ ഒരു പ്രതീക്ഷയോട് കൂടി നമുക്ക് ഈ ഒരു വർഷം തുടങ്ങാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിന്നിന്റെ ആ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അവിടേക്ക് ആ ബോക്സറായ സാങ് കുറച്ച് പേരുമായി എത്തുന്നുണ്ട്. ഒറ്റയ്ക്ക് വന്ന് ജിന്നിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും അങ്ങനെ വരുന്ന അവനോട് ജിന്ന് ഇവിടെ ഇല്ലാന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുമ്പോൾ അവൻ അത് കേൾക്കാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കാണ്. ഈ ടീം അവിടെ മൂ ഉണ്ടായിരുന്നു, സാൻലി ഉണ്ട്, ജിന്നിന്റെ ഫ്രണ്ട്. ഇത് ആരപ്പാന്ന് മൂ ചോദിക്കുമ്പോ ജിന്നില്ലേ സ്വന്തമായിട്ട് ഈ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുന്നതിന് മുന്നേ അവൻ വാൻ എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ വർക്ക്ഷോപ്പിൽ കുറെ വർഷങ്ങൾ ജോലി ചെയ്തിരുന്നു. പിന്നെ അവൻ അവിടെ നിന്ന് മാറി സ്വന്തമായി ഒരെണ്ണം തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോരുത്തന്മാർ വന്ന് ചുമ്മാ അവന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും. അവനെ ഇവർക്കൊന്നും ജയിക്കാൻ പറ്റാത്തതിന്റെ അസൂയ ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കി തീർക്കുന്നതാണെന്ന് പറഞ്ഞ് മൂവിനോട് അവിടെ നിൽക്കാനായി ആവശ്യപ്പെട്ട് സാൻലി അവരോട് സംസാരിക്കാനായി പോകുന്നുണ്ട്. ഇവിടെ ജിന്നില്ലാന്ന് പറഞ്ഞ് സാൻലി അവരെ പറഞ്ഞു വിടാനായി നോക്കുമ്പോൾ സാൻലിയോട് അവർ തട്ടുകയറിയും സാൻലിയുടെ അച്ഛനെ മോശമായി ഓരോന്നും പറയുകയും ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന സാൻലി എന്റെ അച്ഛനെ വളരെ നല്ലൊരു സിറ്റിസൺ ആയിരുന്നു, നിന്നെ പോലെ അനധികൃതമായി ഓരോന്നും ചെയ്ത് നാടിന് ശാപമായി ജീവിച്ച ഒരാളല്ല എന്നൊക്കെ പറഞ്ഞ് സാൻലി മറുപടി പറയുമ്പോഴേക്കും ഇവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പോയി കാറെല്ലാം തല്ലി പൊട്ടിക്കുന്ന സാങ് കൂടെയുള്ള ഒരാൾക്ക് സിഗ്നൽ കൊടുക്കുമ്പോഴേക്കും അയാൾ ഒരു ചുറ്റിക എടുത്തുകൊണ്ട് കാർ അടിച്ചു പൊട്ടിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും മൂ തടയുന്നുണ്ട്. വാക്കുകൊണ്ട് പറഞ്ഞിട്ട് അയാൾ കേൾക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അവളുടെ ശക്തി അവിടെ പ്രകടിപ്പിക്കുന്നു. അടിയും കിക്കും കൊടുത്ത് അയാളെ താഴെ ഇടുന്നുണ്ട്. എന്തായാലും മൂ ഒരു നിസ്സാരക്കാരിയല്ല, മാർഷൽ ആർട്സ് ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഈ ഒരു പ്രകടനത്തിലൂടെ വ്യക്തമാണ്. എന്തായാലും ജിന്നിന്റെയും മൂവിന്റെയും ജോഡി കൊള്ളാം. ജിൻ നല്ലൊരു ബോക്സർ ആണെങ്കിൽ മൂ നല്ലൊരു ഫൈറ്റർ ആണ്. എന്തായാലും അപ്പോഴേക്കും അത് കാണുന്ന സാങ് ആകട്ടെ നേരെ മൂവിനെ അറ്റാക്ക് ചെയ്യാനായി വരുന്നുണ്ട്. പക്ഷെ അത് വേണ്ടെന്ന മട്ടില് സാൻലി അത് മനസ്സിലാക്കി മൂവിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴേക്കും ഇതെന്താ നിന്റെ കുടുംബസ്വത്താണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് അവൾ പറയുന്ന ടീം ഒപ്പം തന്നെ ഫോൺ എടുത്ത് ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുക, നീ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ആളുകൾ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ടെങ്കിലും സാങ് അത് കേട്ട് പിന്മാറാതെ നേരെ മൂവിന്റെ അടുത്തേക്ക് തന്നെ എത്തുന്നു. എന്തായാലും മൂവിനെ സാങ് പിടിക്കുന്നുണ്ടെങ്കിലും അവൻ എന്തെങ്കിലും ഉപദ്രവം അവൾക്ക് ഏൽക്ക് മുന്നേ അങ്ങോട്ടേക്ക് ജിൻ വരുന്നുണ്ട്. ജിൻ ഈ ഒരു കാഴ്ച കണ്ട് ഭയങ്കര മാസായി കാറിന്റെ മുകളിലൂടെയൊക്കെ ചാടി ഒരു കിക്ക് സാനിന് വെച്ചു കൊടുത്ത ശേഷം മൂവിനെ പ്രൊട്ടക്ട് ചെയ്ത് അവളുടെ മുന്നിൽ നിന്നുകൊണ്ട് എന്റെ വർക്ക്ഷോപ്പിലേക്ക് കടന്നു കയറി വന്നതും പോരാ എന്റെ ആളുകളെ നീ ഉപദ്രവിക്കുമെന്ന് അവനോട് ആക്രോശിക്കുന്നുണ്ട്. സാങ് പക്ഷെ പിന്മാറാതെ കൈ കിട്ടുന്ന അവിടെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും എടുത്ത് ഇവർക്ക് നേരെ എറിയുമ്പോഴൊക്കെ തന്നെ തന്റെ ദേഹത്ത് അത് കൊണ്ടാലും സാരില്ല, മൂവിനെ അത് പരിക്കേൽപ്പിക്കരുത് എന്ന വാശിയുണ്ടായിരുന്ന ജിൻ മൂവിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു. ഒടുക്ക അവനൊരു ടൂൾ എടുത്ത് എറിയുന്നുണ്ട്. എന്റെ പൊന്നു അത്രയും നേരം എറിഞ്ഞതിനേക്കാളും ഇത് ദേഹത്ത് കൊണ്ടാൽ വളരെയധികം മുറിവാകും. പക്ഷെ തന്ത്രപരമായി അത് ദേഹത്ത് കൊള്ളാതെ രക്ഷപ്പെടാനായും ജിന്നിന് സാധിക്കുന്നു. അങ്ങനെ ഇവിടെ തകർത്തടി നടക്കണം. അതിന്റെ ഇടയിൽ അവിടെയൊക്കെ ഓരോ സാധനങ്ങൾ നശിക്കുകയും കാറിന്റെ ഗ്ലാസ് പൊട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ജിൻ അങ്ങനെ സാങ്ങിനെ നേരിടുന്ന ഈ ഒരു ടീം സാങ്ങിന്റെ കൂടെ വന്ന രണ്ടുപേരെ അവിടെ ഉണ്ടായിരുന്ന സാൻലിയും മറ്റൊരു സ്റ്റാഫും കൂടിയാണ് നേരിടുന്നത്. ഈ ഒരു ടീം ഇങ്ങനെ ഇവിടെ കുളമാവാൻ പാടില്ല, അത് ജിന്നിന് പ്രശ്നമാവും അറിയാവുന്ന മൂ വേഗം തന്നെ ഫോൺ എടുത്ത് ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, പോലീസ് ഇപ്പൊ വരുമെന്ന് അവിടെ ഉറക്കെ പറയുമ്പോഴേക്കും അത് വിശ്വസിച്ചുകൊണ്ട് അവിടെ സാങ് അടി നിർത്തുന്നുണ്ടെങ്കിലും ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും ഞാൻ വന്ന് നിന്നെ റെഡിയാക്കുന്നു പറഞ്ഞ് ജിന്നിനെ ഭീഷണിപ്പെടുത്തിയാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് പോയ ശേഷം നിനക്കൊന്നും പറ്റിയില്ലല്ലേന്ന് മൂവിന്റെ അടുത്തേക്ക് വേഗം ജിന്നെത്തി ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, ജിന്നും ഓക്കെ അല്ലേന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നവൻ കൂടെ ഉണ്ടായിരുന്നവരും ഓക്കെ അല്ലേന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തുന്നു. എന്തായാലും അവിടെ ആകെ മൊത്തത്തില് കോലാഹലം സംഭവിച്ചിരിക്കുകയാണ്. ഈ സമയം മാറി നിന്ന് സാൻലിയോട് ആദ്യമേ പോലീസിനെ വിളിച്ചാൽ മതിയായിരുന്നു അല്ലേന്ന്, പോലീസിനെ വിളിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നുള്ള രീതിയിൽ അവൾ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ എപ്പോഴും പോലീസിനെ വിളിക്കാൻ പറ്റുമോ? എന്തായാലും ഇടയ്ക്കിടയ്ക്ക് അവന്മാർ ഇവിടെ വന്ന് ഇങ്ങനെ ചുമ്മാ പ്രശ്നമൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞ് എപ്പോഴും പോലീസിനെ വിളിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അതൊന്നും ശരിയാവില്ല എന്നെല്ലാം സാൻലിയും പറയുന്നു. അപ്പൊ ഇത് ഇവിടുത്തെ ഒരു പതിവ് കാര്യമാണ്. ജിന്നിന് പണി കൊടുക്കാനായി കുറെ പേര് നടക്കുന്നുണ്ട്. അവന്റെ ലൈഫ് എപ്പോഴും റിസ്കിലാണെന്ന് തന്നെ മൂവും മനസ്സിലാക്കുന്നു. എന്തായാലും അവളുടെ മുഖത്ത് ആ ഒരു ടെൻഷൻ അടുത്തു നിന്ന് സംസാരിക്കുന്ന സാൻലി മനസ്സിലാക്കുന്നു. നീങ്ങുവാ, ചിലത് പറയാം, നിനക്ക് ചില കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ ജിന്നിനെ സാൻലിക്ക് അറിയായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ ഒരു പ്രായത്തില് ജിന്നിന്റെ ഇരട്ടപ്പേര് ടൗക്കി എന്നായിരുന്നു. ഒരു 10 പേര് വന്നാലും ഒരേ സമയം അവരെ ഒറ്റയ്ക്ക് നിന്ന് കൈകാര്യം ചെയ്യാനായി ജിന്നിന് സാധിക്കുമായിരുന്നു. ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അവന് ആ ഒരു പവറൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ വന്ന 3 എണ്ണത്തിനെ നിസ്സാരമായി അവന് കൈകാര്യം ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൻ അങ്ങനെ വഴക്കുണ്ടാക്കാനായി നിൽക്കില്ല. എന്തായാലും ഇന്ന് അവൻ അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്തത് നീ ഇവിടെ ഉള്ളതുകൊണ്ടാ, നിനക്കൊരു അപകടം വരരുത് എന്നൊരു ഒറ്റ കാര്യം കൊണ്ടാണ് അവൻ ഇന്ന് അവരോട് ഫൈറ്റ് ചെയ്തത്. ഇവന്മാരെപ്പോഴും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വരും. പക്ഷെ ജിന്ന് അവരോട് അവരിങ്ങോട്ട് കാണിക്കുന്ന രീതിയിൽ തിരിച്ചു കാണിക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവരെ ഒഴിവാക്കാറേ ഉള്ളൂ. പ്രശ്നം ഉണ്ടാക്കുന്ന വെച്ചാൽ അവന്മാർക്ക് അവരുടെ അടുത്തുനിന്ന് മാറി ഇവനിങ്ങനെ ഇവിടെ സമാധാനത്തെയും ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ ഇടയ്ക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കണക്ക് ഇവിടെ വന്നിങ്ങനെ ഓരോ അലുക്കുലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോകും. പക്ഷെ ജിന്നതൊക്കെ വാക്കുകൾ കൊണ്ട് അങ്ങ് സംസാരിച്ച് ഒതുക്കി വിടും. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞിടക്ക് ഇന്ന് നിനക്ക് വേണ്ടിയാണ് അവൻ ഫൈറ്റ് ചെയ്തതെന്ന് സാൻലി പറയുമ്പോൾ ജിന്നിനെ തന്നെ അതെല്ലാം കേട്ട് മൂ നോക്കിയിരിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അല്ല ടോക്കി എന്നൊരു പേരിനെ പറ്റി പറഞ്ഞുകൊണ്ട് വന്നല്ലോ എന്ന് പറഞ്ഞ ആ പേരിനെ പറ്റി എന്തോ ചോദിക്കുന്ന ടീം അയ്യോ ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല, നീ അത് മനസ്സിൽ വെച്ച് ജിന്നിനോടൊന്നും പറഞ്ഞേക്കില്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വേഗം എസ്കേപ്പ് ആവാനായി നോക്കുന്നു.
ചോദിക്കുന്നു. ആ ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും അതിനെ പറ്റി ചോദിക്കില്ല. പിന്നെ വാൻ എന്ന് പറഞ്ഞിരുന്നില്ലേ, അല്ല അവരെന്തിനും അവരുടെ അടുത്തുനിന്ന് മാറി എന്ന് പറഞ്ഞ് ജിന്നിനെ ഇങ്ങനെ പുറകെ നടന്ന് ബോധർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ വാനിന്റെ വർക്ക്ഷോപ്പിൽ വളരെ സീനിയർ ആയ സ്കിൽഡ് മെക്കാനിക് ആയിരുന്നു ജിൻ. പക്ഷെ ചില ഇഷ്യൂ കാരണം അവിടെ നിന്ന് ജിൻ അങ്ങനെ മാറി. ജിൻ മാറിയതിനെ തുടർന്ന് ജിന്നിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തിരുന്ന മറ്റു 2-3 പേരും അവിടെ നിന്ന് മാറി. അങ്ങനെ ഇവര് മാറി ഇവിടെ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജിന്നിന്റെ വർക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന വാനിന്റെ ഒരുപാട് ക്ലയൻസ് ജിന്നിന്റെ പുതിയ ഷോപ്പിലേക്ക് കസ്റ്റമറായി എത്തുകയും ചെയ്തു. അത് വാനിന്റെ ഓട്ടോ ഷോപ്പ് ബിസിനസിനെ വളരെയധികം ബാധിച്ചു. അങ്ങനെ തങ്ങളുടെ ബിസിനസ് കുളവാക്കിയിട്ട് ജിൻ അങ്ങനെ വലിയ ബിസിനസ് ഒന്നും സ്വന്തമായി നടത്തേണ്ടെന്ന മട്ടിലാണ് അവർ അതിനുശേഷം ജിന്നിനെ ഇങ്ങനെ ചുമ്മാ ഇവിടെ വന്ന് ശല്യപ്പെടുത്താനായി തുടങ്ങിയതെന്നും സാൻലി പറയുന്നുണ്ട്. ആക്ച്വലി വാൻ എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും വാനിന്റെ അച്ഛൻ്റെതാണ് ആ ഒരു വർക്ക്ഷോപ്പ്. ആക്ച്വലി അയാളാണ് ജിന്നിനെ ഉപദ്രവിക്കാനായി ഇങ്ങനെ ആളെ പറഞ്ഞു വിടുന്നത്. വാനിന് ജിന്നിനോട് പ്രണയമാണല്ലോ, അപ്പൊ അവൾ അതിന്റെ പേരിൽ അവനെ ലവ് ടോർച്ചർ ചെയ്യാറാണുള്ളത്. എന്തായാലും വാനിന് ജിന്നിനോടുള്ള ആ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റിനെ പറ്റി അവിടെ മൂവിനോട് സാൻലി സംസാരിക്കുന്നില്ല. അപ്പോഴേക്കും മൂവ് ആവട്ടെ ജിന്നിങ്ങനെ വളരെ ഡേഞ്ചറസ് ആയ പല കാര്യങ്ങളും ചെയ്യുന്നില്ലേ, അണ്ടർഗ്രൗണ്ട് ഫൈറ്റിങ്, അതുപോലെ അനധികൃതമായിട്ടുള്ള റേസിങ്, അങ്ങനെ പല കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാന്ന് കരുതി ആ ഒരു ടോപ്പിക് എടുത്തിടുമ്പോൾ അത് കേൾക്കുന്ന പാടെ സാൻലി വളരെ അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. അറിയേണ്ട കാര്യങ്ങളെക്കാൾ കൂടുതൽ നീ അറിഞ്ഞു, ഇനിയിപ്പോ ബാക്കിയൊന്നും അറിയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവൻ ഇനി തന്റെ വായിന്ന് ജിന്നിനെ പറ്റിയുള്ള രഹസ്യങ്ങളൊന്നും മൂവിന്റെ അടുത്ത് പറയണ്ട എന്ന് കരുതി വേഗം അവിടെ നിന്ന് പോന്നു. എന്തായാലും ഇപ്പൊ ചില സൂചനകൾ ലഭിച്ചല്ലോ. ജിൻ പഠിച്ച ഹൈസ്കൂള്, അവിടെ അവനുണ്ടായിരുന്ന ഇരട്ടപ്പേര്, അങ്ങനെ അതൊക്കെ വെച്ച് ജിന്നിനെ പറ്റി തനിക്ക് ഇനി അറിയാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാം എന്ന് തന്നെയായിരുന്നു മൂ അപ്പോ മനസ്സിൽ കണക്ക് കൂട്ടുന്നത്. എന്തായാലും ആ ടീമാവട്ടെ അവൾ അവിടെ മുന്നേ അടിപിടി നടന്നപ്പോ മറിഞ്ഞു വീണ് കിടന്ന ഒരു സ്റ്റാൻഡ് നേരെ എടുക്കാനായി നോക്കുന്നുണ്ട്. അത് വലിയ ഇരുമ്പിന്റെ നല്ല വെയിറ്റ് ഉള്ള ഒരു സ്റ്റാൻഡാണ്. ഇത് നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്നല്ല അത് അവൾ ചെയ്യാൻ ഒരുങ്ങുന്നത് കണ്ട് ജിൻ പറയുമ്പോ എന്നെ കൊണ്ട് എന്താ പറ്റാത്തെന്ന് പറഞ്ഞ് അവൾ വലിയ ചാടയിൽ അത് പൊക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്താൽ പോരെ എന്ന് പറഞ്ഞ് അവനൊരു ഓർഗനൈസർ കൊടുത്തിട്ട് അതിൽ അവിടെ എല്ലാം ചെതറി വീണ് കിടക്കുന്ന സ്ക്രൂ ഒക്കെ എടുത്തു വെക്കാനായി പറയുന്നുണ്ട്. തുടർന്ന് അവൾ അത് അവിടെ പിറക്കി വെക്കുന്നത് അവൻ വളരെ ക്യൂട്ടായി നോക്കി നിൽക്കുന്നു. പിന്നീട് അവൻ അവന്റെ ജോലി ചെയ്യുമ്പോൾ അവൻ കാണാതെ അവൾ അവനെ നോക്കുന്നത് നമുക്ക് കാണാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് ഇങ്ങനെ നോക്കി വളരെ രസകരമായി അവിടെ കുറച്ച് സമയം അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലിന്നിന് ഒരു കാറിന്റെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ കാറിന് വളരെ പവർഫുൾ ആയ ഒരു എഞ്ചിനാണ് വെച്ചിരിക്കുന്നത്. ഏതാണ്ട് അവൻ അന്ന് ആ മലമുകളിൽ കണ്ട ആ ഒരു റേസിംഗ് കാറിന് ഇതുമായി സാമ്യതയുണ്ട്. ആ ഒരു കാർ അല്ല ഇത്, എന്നിരുന്നാലും ഈ ഒരു കാറിന്റെ ആളെ കണ്ടുപിടിച്ച ചിലപ്പോൾ തനിക്ക് ആ കാറിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ലിൻ ആ ഒരു കാറിന്റെ ഡീറ്റെയിൽസ് സ്റ്റാഫ് വഴി അന്വേഷിച്ച് അങ്ങനെ എത്തുന്നത് ഒരു പെറ്റ് ഷോപ്പിന്റെ മുന്നിലാണ്. ആക്ച്വലി ആ പെറ്റ് ഷോപ്പിലാണ് സാൻലി വർക്ക് ചെയ്യുന്നത്. അവിടേക്ക് ലിൻ എത്തി സാൻലിയോട് സംസാരിക്കുന്നു. ഇവർക്ക് തമ്മിൽ പരിചയമില്ല. സാൻലി ചൈനീസില് ലിൻ സംസാരിക്കുമ്പോൾ ഓ നിങ്ങൾ ചൈനീസ് ആണോ, ഞാൻ നിങ്ങൾ ഏതോ ലോക്കൽ ആണെന്ന് വിചാരിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് കാർ ഒന്ന് കാണണമെന്ന് ലിൻ പറയുമ്പോൾ ഈ പെറ്റ്സിനെ കളിക്കാനായി കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് കാർ ആയിരിക്കും എന്ന് കരുതി ആ വാ കാണിക്കാന്ന് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന അത് കണക്ക് 2 കാറ് സാൻലി കാണിക്കുമ്പോൾ ഇതൊന്നും അല്ല, ഈ മലയിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന റേസിംഗ് കാറില്ലേ അതാ വേണ്ടതെന്ന് ലിൻ പറയുമ്പോൾ അങ്ങനത്തെ കാറൊക്കെ പെറ്റ്സ് ഉപയോഗിക്കുവോ, ആ എനിക്ക് അറിഞ്ഞൂടാന്ന് സാൻലിയും പറയുന്നു. എനിക്ക് കാണേണ്ടത് ഈ മനുഷ്യർക്ക് റേസിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന കാറാണ്, നിങ്ങൾക്കത് കാണിച്ചു തരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. കൂടാതെ അവിടെ കിടക്കുന്ന ആ ഒരു കാർ കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ കാറല്ലേ, ഇതിന് 1000 ഹോഴ്സ് പവർ ഉള്ള 2000 ടോർക്കുള്ള എഞ്ചിൻ അല്ലേ ഉള്ളത്, ഇത് ട്രാക്കിലുള്ള സൂപ്പർ കാറുകളെക്കാൾ ഫാസ്റ്റ് ആയി പോകുന്നത് അതുകൊണ്ടല്ലേ എന്നിങ്ങനെ അവൻ ചോദിക്കുന്ന ടീം ഈ വണ്ടി എന്റേതാണ് എന്ന് സാൻലി പറയുന്നുണ്ട്. കഴിഞ്ഞ സാറ്റർഡേ അപ്പൊ നിങ്ങൾ എവിടെ ആയിരുന്നു, ഒരു ബ്ലാക്ക് RX-7 ഡ്രൈവ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സാൻലി ഒന്ന് ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ സാറ്റർഡേയോ ബ്ലാക്ക് RX-7ഓ എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് സാൻലിക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. ഇയാൾ പറഞ്ഞു വരുന്നത് ജിന്നിനെ പറ്റിയാണെന്ന്. അങ്ങനെ ഈ കാറ് ആക്ച്വലി സാൻലിക്ക് ജിന്നാണ് കൊടുത്തത്. കൊടുക്കുമ്പോഴേ ഇതിന്റെ ഒരു പവറിനെ പറ്റിയും റേസിംഗ് കാറിനേക്കാൾ സ്പീഡിൽ ഇത് പറപ്പിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയെല്ലാം ജിൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വേണ്ട ഉത്തരം കിട്ടാതെ ലിൻ അവിടെ നിൽക്കുമ്പോൾ എന്റെ കയ്യില് സുപ്രീം VIP കാർഡ് ഉണ്ട്, ഈ 2 കാർഡുകളെക്കാൾ കുറച്ച് ഫീസ് കൂടുതലാണ്, പക്ഷെ അതിന്റെ നേട്ടം എന്താന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്താൽ മതി ഒറ്റ തവണ, അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാൻ സാധിക്കും, ഞാൻ എല്ലാത്തിനും ഉത്തരം തരാമെന്ന് പറഞ്ഞ് സാൻലി ഒന്ന് അവസരം മുതലാക്കാനും ഈ ലിന്നിനെ ഒന്ന് കുഴപ്പിക്കാനുമായി അവിടെ ഒരു നമ്പർ ഇറക്കുന്നുണ്ട്. പൈസ എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയുന്ന ലിൻ സാൻലിയോട് എന്താ നിന്റെ പേരെന്ന് ചോദിക്കുന്നിടത്ത് പിന്നീട് നമ്മൾ കാണുന്നത് ലിൻ മുന്നേ സാൻലിയെ കണ്ടപ്പോൾ കൊടുത്തിട്ട് പോയ ആ ഒരു ബിസിനസ് കാർഡ് സാൻലി ജിന്നിനെ കാണിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു എന്ന് പറഞ്ഞു, നിനക്ക് ഇയാളെ അറിയാമോ എന്നും കൂടി ചോദിക്കുമ്പോൾ പേര് വായിച്ച് ലിൻസൂയോ ആ ഇടയ്ക്കെപ്പോഴോ കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ജിൻ അവിടെ പറയുന്നുള്ളൂ. ഇയാൾ ഇന്ന് എന്റെ ഷോപ്പിൽ വന്നിരുന്നു, നിനക്കത് അറിയാമോന്ന് സാൻലി ചോദിക്കുമ്പോൾ എന്തിനാ വല്ല പട്ടിയ പൂച്ചയോ വല്ല വാങ്ങാൻ വന്നതാണെന്ന് ജിന്നിന്റെ ചോദ്യത്തിന് അല്ല നിന്റെ കാറിനെ പറ്റി അന്വേഷിച്ചത്, നീ അന്ന് ആ കാറ് മലയുടെ അവിടെ റേസ് ചെയ്യാൻ പോയത് അയാൾ കണ്ടിരുന്നു, നിന്റെ മുഖം വ്യക്തമാവാത്ത അപ്പോൾ എടുത്ത ഒരു ഫോട്ടോയും അയാളുടെ
കയ്യിലുണ്ട്. എന്നിങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം സാൻലി പറയുമ്പോ നീ അപ്പോ ശരിക്കും മുതലെടുത്ത് കാണുമല്ലോ, നിന്റെ മെമ്പർഷിപ്പ് കാർഡൊക്കെ അയാളുടെ അടുത്ത് ഇറക്കി കാണുമല്ലോ എന്ന് ജിൻ ചോദിക്കുമ്പോ നീ എന്തിനാ ആദ്യം ഇവിടെ പറയുന്നത്? ആക്ച്വലി ഞാൻ നിന്നെ ഇന്ന് എന്ത് ഹെൽപ്പ് ചെയ്തെന്നറിയാവോ? അയാൾ എന്നോട് തിരിച്ചു മറിച്ച് നിന്നെ പറ്റി അറിയാനായിട്ട് പലതും ചോദിച്ചു. പക്ഷെ ഞാൻ നിന്നെ പറ്റി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ സിറ്റുവേഷൻ നല്ല പക്കായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിന് നീ എന്നോട് താങ്ക്സ് പറയണമെന്ന് സാൻലി പറയുമ്പോ നീ ഇതേപോലെ ഹെൽപ്പ് ആ സ്നേഹിയുടെ കാര്യം വരുമ്പോഴും കൂടി എന്നോട് ചെയ്തെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ജിൻ പറയുമ്പോ അതിനൊക്കെ ചെലവ് കൂടുമെന്ന് സാൻലിയും പറയുന്നു. എന്തായാലും അയാൾ നിന്നെ പറ്റി അറിയാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കാം. എന്നെ അടുത്ത സാറ്റർഡേ അയാൾ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പോവും. പിന്നെ നല്ല കാശുകാരനായതുകൊണ്ട് നല്ല കാശും അയാളുടെ കയ്യിൽ നിന്ന് തരപ്പെടുത്താൻ സാധിക്കുമെന്ന് സാൻലി പറയുമ്പോ അയാൾ നിന്നെ റേസിന് വേണ്ടിയാടാ വിളിച്ചിരിക്കുന്നത്, അതാ മൗണ്ടന്റെ അവിടെയാണെന്നില്ല ജിൻ പറയുമ്പോ അയ്യോ റേസോ, എനിക്ക് മര്യാദയ്ക്ക് കാർ ഓടിക്കാൻ പോലും അറിയത്തില്ല, ഞാൻ എങ്ങനെ റേസ് ചെയ്യാനാണെന്ന് ടെൻഷൻ ആവുന്ന സാൻലി ജിന്നിനോട് ആക്ച്വലി നീ അന്ന് എന്ത് പണിയാടാ ഒപ്പിച്ചത്, അയാൾ എന്തിനാ നിന്നെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതെന്ന് ചോദിക്കുന്ന ടൈം ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ആ മൗണ്ടന്റെ അവിടെ റേസ് നടക്കുമ്പോൾ അയാളെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി, അത്രേ ചെയ്തുള്ളൂ എന്ന് ജിൻ പറയുമ്പോ നീ അന്ന് ഹെഡ്ലൈറ്റ് പോലും ഇല്ലാണ്ട് ഓടിച്ചെന്നാ അയാളുടെ വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് സാൻലി പറയുമ്പോ ഓ ഞാൻ ഉറക്കപ്പിച്ചല്ലപ്പോ കാർ ഓടിച്ചതാണെന്ന് അവൻ പറയുന്ന ടീം എന്റെ ദൈവമേ ഉറക്കപ്പിച്ചലും മൗണ്ടനിലായാലും റേസ് ചെയ്യാൻ പോവോ? എന്തായാലും നിന്നെ പറ്റി പറയാതിരിക്കാനേ ഞാനിപ്പോ വെട്ടിലായിരിക്കാം, ഞാൻ എങ്ങനെ ആ മലമുകളിൽ പോയി അയാളുടെ കൂടെ റേസ് ചെയ്യും എന്ന് സാൻലി ടെൻഷൻ ആവുമ്പോ അവന്റെ ഈ ടെൻഷൻ കണ്ട് ചിരി വരുന്ന ജിന്നാട്ടെ നീ വാ ഒരു കാര്യം കാണിക്കാന്ന് പറഞ്ഞു എന്റെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന ഒരു ഷട്ടർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ജിൻ കാത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫൂജിവാര തക്കുമിസ് AE86 എന്ന റേസിംഗ് കാർ ജിൻ സാൻലി കാണിക്കുമ്പോ ആ കാറിന്റെ ഭംഗി കണ്ട് അതിന്റെ സ്റ്റൈല് കണ്ട് അതിന്റെ ഗെറ്റപ്പ് കണ്ട് സാൻലി പോലും അന്തം വിട്ടു പോകുന്നുണ്ട്. ഈ കാർ തന്നെയാണ് ലിൻ കാണിച്ച ഫോട്ടോയിൽ ഉണ്ടായിരുന്ന കാറെന്നും അവൻ തിരിച്ചറിയുന്നു. എടാ നീ ഈ കാറിലാണോ എനിക്ക് ട്രെയിനിങ് തരാൻ പോകുന്നതെന്ന് വരാൻ പോകുന്ന റേസിന് താൻ പങ്കെടുക്കുന്നതിന് മുന്നേ ട്രിക്ക് ഒക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതിനെ പറ്റി സാൻലി ചോദിക്കുമ്പോ ഈ കാറൊന്നും നീ പിടിച്ച നിൽക്കുന്നതല്ലാന്ന് ജിൻ പറയുമ്പോ അതെന്താ അങ്ങനെ ഒരു ടോക്കെന്ന് സാൻലി ചോദിക്കുന്നുണ്ട്. മോഡിഫൈഡ് റേസിംഗ് കാർസിനെ രണ്ട് വിധമാണ് പറയുന്നത്, ഒന്ന് ജാപ്പനീസ് സ്റ്റൈലും ഒന്ന് ജർമ്മൻ സ്റ്റൈലും. ഇത് ജാപ്പനീസ് സ്റ്റൈലിലുള്ളതാണ്. ജാപ്പനീസ് സ്റ്റൈലിലുള്ള കാറുകളെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റേസറിന് മാത്രമേ കൈകാര്യം ചെയ്യാനേ സാധിക്കൂ. ജർമ്മൻ സ്റ്റൈൽ കാർസ് ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പോകുന്ന ഒരാൾക്ക് ഓടിക്കാൻ സാധിക്കും എന്നിങ്ങനെ ജിൻ പറയുമ്പോഴേക്കും നീ ഇതില് ഏത് സ്റ്റൈലിൽ പെടും? ആദ്യം റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിരുന്ന നീ എ മാഡ് മാൻ വിത്ത് നോ ലിമിറ്റ്സ് എന്ന സ്റ്റൈലിലേക്ക്, അതായത് ജർമ്മൻ സ്റ്റൈലിൽ നിന്ന് ജാപ്പനീസ് സ്റ്റൈലിലേക്ക് മാറിയല്ലേ എന്ന് ജിന്നിന്റെ വർത്താനം കേട്ട് സാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഒരു വൈറ്റ് കാർ കാണിക്കുന്നു, അതാണ് ജർമ്മൻ സ്റ്റൈലിൽ മോഡിഫൈ ചെയ്ത കാറെന്ന് സാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. വാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനു മുന്നേ ക്യാപ്പ് ഇട്ടോന്ന് പറഞ്ഞ് ക്യാപ്പും ജിൻ കൊടുക്കുമ്പോ ഓ അപ്പൊ ഈ ക്യാപ്പ് ഇട്ട ശേഷമാണോ നീ ഇതിൽ പറക്കാനായി തുടങ്ങിയതെന്ന് കളിയാക്കുന്ന സാൻലി അതിലൊരു മൂണിന്റെ സിമ്പിൾ കണ്ട് അല്ല എന്താ ഇതെന്ന് ചോദിക്കുമ്പോ ഇൻ ദ നെയിം ഓഫ് മൂൺ ഐ വിൽ പണിഷ് യു എന്നാണ് ആ ഒരു ചിഹ്നത്തിന്റെ അർത്ഥം എന്ന് ജിൻ അവനെ കളിയാക്കുന്നു. തുടർന്നവർ ആ ഒരു കാറിൽ പ്രാക്ടീസ് ചെയ്യാനായി പോകുന്നുണ്ട്. അതായത് വരാൻ പോകുന്ന റേസിലേക്ക് ലിൻ സാൻലിയെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, ഇവരാണെന്ന് കാർ റേസ് ചെയ്തെന്ന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഇവനൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കാം. എന്തായാലും ആ സമയത്തേക്ക് സാൻലിയെ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ജിൻ ഇപ്പൊ വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്നും പറഞ്ഞ് സ്റ്റിയറിംഗ് നേരിട്ട് സാൻലിക്ക് കൊടുക്കുന്നില്ല, ഞാനിന്ന് നിനക്ക് ചിലത് പഠിപ്പിച്ചു തരാം, നീ അത് കണ്ട് മനസ്സിലാക്കുക, അതാ ഇന്നത്തെ ക്ലാസ് എന്നും പറഞ്ഞ് ജിന്നാണ് അങ്ങനെ കാർ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന ടൈം കുറച്ച് ക്രൗഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ നിൽക്കുന്ന പെമ്പിള്ളാരുടെ മുന്നിൽ ഒന്ന് ഷോ കാണിക്കാനായി സാൻലി ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് ചീറ്റി പോകുന്നുണ്ട്. അങ്ങനെ നാണം കെട്ടവൻ തിരിച്ച് കാറിൽ കയറുമ്പോൾ അവനെ എങ്ങനെയാണ് ക്വിക്കായിട്ട് ഗിയറും ക്ലച്ചും ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളെ പറ്റി ജിൻ എത്ര പറഞ്ഞു കൊടുത്തിട്ടും സാൻലിക്ക് അത് നന്നായി ചെയ്യാനായി സാധിക്കുന്നില്ല. തുടർന്ന് സാൻലിയുടെ മുന്നിൽ ജിൻ അതൊക്കെ പടപടപടാന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. അവന്റെ ആ ഒരു ഡ്രിഫ്റ്റിംഗ് സ്റ്റൈലും ടെക്നിക്കും ഒക്കെ കണ്ട് സാൻലി പോലും ഭയങ്കരമായി ത്രില്ലടിക്കുന്നു. അങ്ങനെ അതിനുശേഷം മുന്നേ സാൻലി നാണം കെട്ട അതേ സ്ഥലത്തേക്ക് കാറ് ഭയങ്കരമായി ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്തി സാൻലി ജിന്നിന്റെ കെയർ ഓഫില് അവനെ കളിയാക്കിയ പെമ്പിള്ളാരുടെ മുന്നിൽ ഒന്ന് ഷോ ഇറക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും പിന്നീട് നമ്മൾ കാണുന്നത് സ്നേഹി അഥവാ വാനെയാണ്. പുള്ളിക്കാരി ഇപ്പൊ ഒരു ഫോർച്യൂൺ ടെല്ലറിനെ കണ്ട് അവളുടെ റൊമാൻറ്റിക് ജീവിതത്തിന്റെ ഭാവി എന്താകും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫോർച്യൂൺ ടെല്ലർ മറ്റാരുമല്ല നാനയാണ്. അതായത് ഇങ്ങോട്ടേക്ക് ജിന്നിനെ അന്വേഷിച്ച് ഒരു ഫ്ലൈറ്റ് യാത്ര മൂ നടത്തിയിരുന്നില്ല. ആ സമയത്ത് മൂവിന്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്ന പെൺകുട്ടി ഓർമ്മയുണ്ടോ? അതേ പെൺകുട്ടി തന്നെയാണ് ഈ നാന. ജിന്നിനെ തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് താൻ തന്നെ ആയിരിക്കോ ജിന്നിന്റെ ട്രൂ ലവ്, അതോ അവന്റെ ലൈഫിൽ കടന്നു പോകുന്ന അനേകം പെണ്ണുങ്ങളിൽ ഒരാൾ മാത്രമായിരിക്കോ ഞാൻ എന്നിങ്ങനെ പല ഡൗട്ടുകളാണ് വാൻ അവിടെ ചോദിച്ചറിയാനായി നോക്കുന്നത്. അങ്ങനെ നാന ഒന്ന് വാനിന്റെ ഫോർച്യൂൺ റീഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു മൂണിന്റെ സിമ്പിളാണ് തെളിയുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വാൻ ആകട്ടെ ഇനി ഒരു പക്ഷേ ഫുൾ മൂണിന്റെ അന്ന് രാത്രി താൻ ജിന്നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ താൻ എന്നേക്കുമായി അവന്റേതായി മാറും, അവൻ എന്നേക്കുമായി തന്റേതായി മാറും എന്നാണ് ആ ഒരു മൂണിന്റെ ചിഹ്നം ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോ നാന വാനിനെ കളിയാക്കുന്നുണ്ട്. ആണുങ്ങളെ വശീകരിക്കാൻ നടക്കാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ടീം അത് വാനിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും അതിന്റെ ഇടയിൽ നാനയ്ക്ക് മൂവിന്റെ കോൾ വരുന്നുണ്ടെങ്കിലും സൈലന്റ് ആക്കി ഇടുകയാണ് നാന. അവർ അന്ന് പ്ലെയിനിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട് പിരിയുന്നതിന് മുന്നേ നമ്പർ കൈമാറിയിട്ടുണ്ടാകാം. എന്തായാലും ഇതിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന സ്നേഹിയുടെ സ്റ്റാഫ്സ് സ്നേഹി ജിന്നിനെ പറ്റി ഇങ്ങനെ ഓരോ മന്നക്കോട്ട കിട്ടുന്നത് കണ്ട് കളിയാക്കുമ്പോഴേക്കും ദേഷ്യം വന്ന സ്നേഹി അവന്മാരെ ഇടിക്കാനായി പോകുമ്പോഴേക്കും ഇവർ പെശക
പാർട്ടിയാണെന്ന് തോന്നി നാന വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും വാൻ തിരിച്ചു വന്ന് ഇവിടെ ഇരുന്ന് ആ പെണ്ണെന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോഴേക്കും അവള് ജീവനം കൊണ്ട് ഓടിയെന്ന് തോന്നുന്നെന്ന് അവന്മാരും പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ അടുത്ത ദിവസം കാണുമ്പോഴേക്കും നാനയും മൂവും കണ്ടുമുട്ടിയിരിക്കുന്നു. നേരെ പോകുന്നത് ഹൈസ്കൂളിലേക്കാണ്. നാന അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ഇവിടേക്ക് മൂ വരാൻ കാരണം അത് നാന പഠിക്കുന്ന സ്കൂളാണ് എന്നതുകൊണ്ടല്ല, മറിച്ച് കഴിഞ്ഞ ദിവസം ജിന്നിനെ പറ്റി അന്വേഷിക്കാനായി ജിന്നിന്റെ സ്കൂളിന്റെ പേരൊക്കെ മൂ മനസ്സിലാക്കിയിരുന്നല്ലോ. ആക്ച്വലി ആ സ്കൂള് ഇതേ സ്കൂള് തന്നെയാണ്. അങ്ങനെ ഞാൻ ആ സ്കൂളൊക്കെ മൂവിനെ ഒന്ന് ചുറ്റി കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ബോർഡിൽ ഇവിടെ മുന്നേ പഠിച്ച സ്റ്റുഡൻസ് നേടിയിരിക്കുന്ന അച്ചീവ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഫോട്ടോ ഒക്കെ ആയും ഡീറ്റെയിൽസ് ആയും ഒക്കെ എഴുതി ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ കാട്ടി കൊടുക്കുമ്പോ മൂ അതിൽ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ജിന്നിന്റെ നേട്ടങ്ങളും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് മെമ്മറി വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ആ ഒരു ഹോണർ ബോർഡിൽ ജിൻ സ്പോർട്സ് ഫീൽഡിൽ നേടിയ ആ ഒരു അച്ചീവ്മെന്റ് ഒക്കെ കണ്ട് ഇത്രയും നന്നായി മിടുക്കനായി പൊക്കൊണ്ടിരുന്ന ഒരാൾ എങ്ങനെ ഇങ്ങനെയായി മാറി എന്നത് അവൾക്ക് ഓർക്കുമ്പോൾ വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. അവനും പഠിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു, പക്ഷെ സാഹചര്യങ്ങൾ കാരണം അവന് പറ്റിയില്ലല്ലോ എന്നത് അവളെ ഓർക്കുമ്പോൾ വളരെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവൾ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് നാനാ ഈ ജിൻ ചാവോ ആണോ മൂ പറഞ്ഞ മൂവിന്റെ ചേട്ടനായ ജിൻ എന്ന് ചോദിക്കുമ്പോ അതേന്ന് മൂ പറയുന്നത് കേട്ട്, പക്ഷെ നിങ്ങളുടെ സർനെയും വ്യത്യസ്തമാണല്ലോ, ജിൻ ചാവോ ജിയാങ് മൂ എന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോ ജിയാങ് എന്നത് മൂവിന്റെ പേരിന്റെ കൂടെയുള്ള അവളുടെ രണ്ടാനച്ഛന്റെ കുടുംബ പേരാണ്. ജിൻ ചാവോ എന്ന ജിന്നിന്റെ പേരിലുള്ളത് മൂവിന്റെ സ്വന്തം അച്ഛനും ജിന്നിന്റെ വളർത്തച്ഛനുമായ ആ അച്ഛന്റെ കുടുംബ പേരുമാണ്. ഇങ്ങനെ ചില കോംപ്ലിക്കേഷൻസ് ഇവർക്കിടയിൽ പെട്ടുകിടക്കുന്നത് ഞാനെനിക്ക് അറിയില്ലല്ലോ. അങ്ങനെ കാര്യങ്ങള് അത്ര വിശദമാക്കിയില്ലെങ്കിലും ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനായി എഴുതി കാട്ടുകയാണ് മൂ. ഈ ടീം അവളുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ ഞാൻ പുകഴ്ത്തുന്നുണ്ട്. ഇതെല്ലാം എന്റെ ടീച്ചറിന്റെ ക്രെഡിറ്റ് ആണെന്നും പറഞ്ഞ് തന്നെ എഴുതാൻ പഠിപ്പിച്ച തന്റെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടാനായി വലിയൊരു പങ്ക് വഹിച്ച ജിന്നിനെ പറ്റിയാണ് അപ്പോഴും അവൾ ഓർക്കുന്നത്. എന്തായാലും ഇവരുടെ പേര് കാണുന്ന നാന ഒരു കാര്യം അവര് കണക്ട് ചെയ്യുന്ന കണക്ക് പറയുന്നുണ്ട്. ജിൻ ചാവോ എന്ന പേരിന്റെ അർത്ഥം മോർണിംഗ് എന്നും ജിയാങ് മൂ എന്ന പേരിന്റെ അർത്ഥം നൈറ്റ് എന്നുമാണ്. അതായത് രാത്രിയും പകലും അല്ലെങ്കിൽ പകലും രാത്രിയും, അതായത് സൂര്യനും ചന്ദ്രനും. ഇത് കേൾക്കുന്ന മൂ ആകട്ടെ എനിക്ക് സ്കൂളിൽ പഠിക്കണം, ഇനി മുതൽ എന്റെ ലക്ഷ്യം എങ്ങനെയും ഈ സ്കൂളിൽ പഠിക്കുക എന്നതായിരിക്കും എന്തോ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച ജിയാങ് അവിടെ തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും ഒപ്പം തന്നെ അവനെ ചേട്ട എന്ന ആ ഒരു വിളി നിർത്തി ഇനി അവന്റെ പേര് മാത്രം വിളിക്കാമെന്നും അവൾ തീരുമാനിക്കുന്നുണ്ട്. തുടർന്ന് അവൾ അവനെ കാണാനായി വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുമ്പോഴേക്കും അവനവിടെ പുകവലിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അത് കണ്ടവൾ പുകവലിക്കില്ലേ, അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ അവനുണ്ടോ കേൾക്കുന്നു. അവൻ ലൈറ്റർ ഇങ്ങനെ കത്തിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അവൾ ഓരോറ്റ കിക്കായിരുന്നു. അത് കണ്ടവൻ അന്തം വിട്ട് നോക്കുമ്പോഴേക്കും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടീം ടേക്വോണ്ടോയില് 2nd ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു എന്ന് പറയുമ്പോ അത് കേൾക്കുന്നവൻ അതൊക്കെ ചുമ്മാ ഒരു പേരിനല്ലേ, നീ ഇപ്പൊ കാണിച്ചത് വലിയ മൂവ് ഒന്നും അല്ലാതും പറഞ്ഞവളെ കളിയാക്കുന്നുണ്ട്. കളിയാക്കിയോ, സാരമില്ല, ആ മൂസൊക്കെ മതി, ചിന്നിപ്പോ നല്ല കൊച്ചല്ലേ, അതുകൊണ്ട് ആ മൂവ് മതി എന്ന് പറഞ്ഞവള് പറയുമ്പോ ഞാൻ അത്ര നല്ല ആളൊന്നും അല്ലാന്ന് അവളുടെ അടുത്തേക്ക് എത്തി അവൻ പറയുന്നുണ്ട്. ആ ടീം വീണ്ടും അവന്റെ പേര് പറഞ്ഞ് അവനോട് വഴക്കുണ്ടാക്കുമ്പോഴേക്കും അല്ല എന്താ ഇപ്പൊ വിളിച്ച എന്റെ പേരോ, അതെന്താ ചേട്ടാന്ന് വിളിക്കാതെ പെട്ടെന്നൊരു പേര് വിളിയുന്ന അവനിങ്ങനെ മനസ്സിലാവാൻ നിൽക്കുമ്പോ അതെ ഇനി ഞാൻ ചേട്ടാന്ന് വിളിക്കില്ല, പേര് മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞ് അവൻ ചെവിയിൽ വെച്ചിരുന്ന ആ ഒരു സിഗരറ്റ് എടുത്ത് അവൾ വീണ്ടും അവന്റെ ചുറ്റിനും നടന്ന് അവന്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് സാൻലി എത്തുന്നുണ്ട്. എന്തായാലും വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് അവളെ അങ്ങനെ വിളിക്കുന്നു. കാരണം ആ റൂട്ടിൽ കൂടി അവൻ എങ്ങോട്ടോ പോവാണ്. അപ്പൊ അവളെ ഇവിടെ കണ്ടില്ല, എന്തായാലും അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോ ഞാൻ പോണോ വേണ്ടോ എന്ന് പറ്റില്ല. മൂ ജിന്നിനെ നോക്കുമ്പോ അവൻ മുഖം വെട്ടിക്കുന്നുണ്ട്. എന്തോ ഇവന് അസൂയ തോന്നുന്നുണ്ടോ താൻ സാൻലിയോട് മിണ്ടുമ്പോ എന്ന് ഡൗട്ട് ആവുന്ന മൂ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ, ഇപ്പൊ വരാന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അകത്ത് മുന്നേ വാങ്ങിച്ചു കൊടുത്ത പാഡൊക്കെ ഉണ്ടല്ലോ അത് ഇവിടെ ഇരിക്കുന്നത് എടുത്തിട്ട് പോകാന്ന് കരുതിയാണ് അവൾ അകത്തേക്ക് വരുന്നത്. അങ്ങനെ അതെടുക്കാനായി പാക്കറ്റിൽ കൈയിടുമ്പോഴാണ് അവൾക്ക് അതിൽ നിന്ന് കുറച്ച് കോണ്ടം പാക്കറ്റുകൾ കിട്ടുന്നത്. ഇതാ ഒരു ഫാർമസിയിലെ സ്റ്റാഫ് ഇട്ടതാണല്ലോ, അത് ജിന്നിന് പോലും അറിയില്ല. എന്തായാലും അതിപ്പോ ഈ പാക്കറ്റിൽ കാണുന്ന അവൾ ജിന്നി ഇത് വാങ്ങിച്ചോണ്ട് വന്നോന്ന് അവനെ പറ്റി ഭയങ്കരമായി തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചെത്തി അവനെ കാണുമ്പോൾ മുഖം ഒരുമാതിരി വെച്ചിരിക്കുകയാണ്. കൂടാതെ സാൻലി അവിടെ ഇല്ലാന്ന് കണ്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ടോയ്ലറ്റിൽ പോയിരിക്കുകയാണെന്ന്. ജിൻ പറയുന്ന ടീം ഞാൻ കാറി വെയിറ്റ് ചെയ്തോളാന്ന് അവൾ അപ്പോഴും മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. താക്കോൽ എന്റെ കയ്യിലാണെന്ന് അവൻ കൈ ഇങ്ങനെ നീട്ടുമ്പോഴേക്കും ആ താക്കോലും വന്ന് വാങ്ങിച്ച് അപ്പോഴും വലിയ ജാടയിട്ട് മുഖം ഒരുമാതിരി വീർപ്പിച്ച് വെച്ചുകൊണ്ട് അവൾ പോകുമ്പോ ഇവക്കിത് എന്താ പറ്റിയേ, അല്പം മുന്നേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് അവൻ ആകെ ഡൗട്ട്. ഈ പെമ്പിള്ളേരെ മനസ്സിലാക്കാനേ കഴിയില്ല. കുറച്ചു മുന്നേ എന്റെ ചുറ്റിനും കറങ്ങിക്കൊണ്ടിരുന്ന അവൾ ഇപ്പൊ എന്നോട് ജാട കാണിക്കുന്ന കണ്ടില്ലെന്നല്ല ജിൻ പുലമ്പുന്നത് കേട്ടുകൊണ്ടാണ് സാൻലി അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും നീ അവളെ സേഫ് ആയി വീട്ടിൽ കൊണ്ടാക്കുക, എനിക്ക് എന്തായാലും ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ പോകാൻ പറ്റില്ല, കുറച്ച് തിരക്കുണ്ടെന്ന് പറയുമ്പോ നീ അവിടേക്ക് തന്നെ പോവാണോന്ന് സാൻലി ചോദിക്കുന്നുണ്ട്. എങ്ങോട്ടേക്കോ ജിൻ പോകുന്നെന്ന് പറഞ്ഞില്ല, അത് എങ്ങോട്ടേക്കാന്ന് സാൻലിക്ക് മനസ്സിലായിട്ടുണ്ടാവാം. എന്തായാലും സാൻലിയുടെ കൂടെ അങ്ങനെ ആ ഒരു വണ്ടിയിൽ മൂ പൊക്കോണ്ടിരിക്കുമ്പോൾ അവൾ ആലോചിക്കുന്നത് മുഴുവൻ ആ ഒരു പാക്കറ്റിനെ പറ്റിയാണ്. ഇത് ജിൻ യൂസ് ചെയ്യാനായി വാങ്ങിച്ചതായിരിക്കോ, ആരായിരിക്കും അവന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി, ഗേൾ ഫ്രണ്ട് ആയിരിക്കോ? ഞാൻ വെറുതെ ജിന്നിന്റെ അടുത്ത് പോയി ശല്യപ്പെടുത്തണ്ട, അത് ശരിയാവില്ല, ജിന്നിന്റെ മനസ്സിൽ വേറെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ അവൾക്ക് ഇങ്ങനെ ചിന്തകൾ ഭയങ്കരമായി കാട് കയറുന്നുണ്ട്. അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുമ്പോ ആ ഒരു ഹൈസ്കൂളിന് അവിടെ വണ്ടി പാസ് ചെയ്യുന്ന ടീം സാൻലി ഇതേ കണ്ടോ, അതാ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുമ്പോ ജിൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണോ സാൻലിയും പഠിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോ പിന്നല്ലേ, ഒരാളെ മാറ്റി നിർത്തിയ ഞാൻ ആ ഒരു ക്യാമ്പസിലെ ഹാർട്ട് ത്രോബ് ആയിരുന്നു എന്ന് അവൻ പറയുന്ന ടീം. അപ്പോ ആ ഒരാൾ ആരായിരുന്നു എന്ന് ഡൗട്ടോട് കൂടി മൂ ചോദിക്കുമ്പോ വേറെ ആര്, ജിൻ തന്നെ. അവനെ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു, സ്കൂളിലെ ഒരു സ്റ്റാർ ആയിരുന്നു അവൻ. അവന്റെ ആപ്സ് ഒക്കെ കാണാൻ
വേണ്ടി പെൺകുട്ടികൾ ഷർട്ടൊന്നും ഇങ്ങനെ മാറാൻ നോക്കിയിരിക്കായിരുന്നു എന്നെല്ലാം സാൻലി പറയുന്നുണ്ട്. ആക്ച്വലി സീനിയർ ഗേൾസിനും ജൂനിയർ ഗേൾസിനും ഒക്കെ അവന് വലിയ ഇഷ്ടമായിരുന്നു എന്നെല്ലാം ആ കാലത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവൻ പറയുന്നത് കേട്ട് ജിന്നിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോന്ന് സാൻലിയോട് മൂ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവിടെയുള്ള ഒരു നൈറ്റ് മാർക്കറ്റിൽ നിന്ന് ജിൻ വാങ്ങിയ അവന്റെ കീ ചെയിന്റെ ആ ഒരു ചാമിലുണ്ടെന്ന് സാൻലി പറയുന്നു. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അറിയണമെങ്കിൽ ആ ഒരു കീ ചെയിൻ പോയി തപ്പി കണ്ടുപിടിക്കാനായി സാൻലി പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം വളരെ കാര്യമായി തന്നെ മൂ കേൾക്കുന്നുണ്ട്. മൂ അന്ന് വാട്ടർ ഹീറ്ററിന്റെ പൈപ്പ് ജിൻ റെഡിയാക്കാൻ നോക്കിയപ്പോ അവന്റെ ആപ്സ് ഒക്കെ തെളിയുന്നതൊക്കെ ഇങ്ങനെ വായി നോക്കി നിന്നില്ല. അതേ കണക്കായിരുന്നു മറ്റു പെമ്പിള്ളാരും അവനെ വായി നോക്കി ഇരുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് സത്യം പറഞ്ഞാൽ നെഞ്ചു പൊട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഒരു കീച്ചൻ കണ്ടുപിടിച്ച് അതിന്റെ ഉത്തരം പറയുമ്പോൾ അവന് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേരാണോ അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് തല പുകയുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഒരു ബാറില് വളരെ സീക്രട്ട് ആയ ഒരാളെ കാണാനാണ് ജിൻ എത്തിയിരിക്കുന്നത്. അവർ പരസ്പരം മുഖാമുഖം ഇരുന്ന് സംസാരിക്കാതെ മാറി തിരിഞ്ഞു ഇരുന്നാണ് സംസാരിക്കുന്നത്. ടോപ്പിക് കാർ റേസിംഗിനെ പറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാർ റേസിംഗില് ഓരോ റേസർ ജയിക്കുന്നതിനനുസരിച്ച് ആ ഒരു കാർ റേസിംഗ് ക്ലബില് അയാളുടെ റാങ്ക് കൂടിക്കൊണ്ടേയിരിക്കും. ആദ്യത്തെ 10 റാങ്കില് എം നൈറ്റ് എന്ന ഒരു റേസിംഗ് ക്ലബിൽ പെട്ട ടോപ്പ് റേസേഴ്സ് ആണ് ഉള്ളത്. അവരെ തോൽപ്പിച്ച് മുന്നോട്ട് വരിക എന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം തന്റെ കാറ് അത്ര പെർഫെക്റ്റ് അല്ല, അതിൽ കുറച്ചധികം മോഡിഫിക്കേഷൻസ് നടത്താനായിട്ടുണ്ട്. പക്ഷെ അതിനുള്ള സമയമൊന്നും ഇനി മുന്നോട്ട് നോക്കുന്ന ആ ഒരു റേസിൽ പങ്കെടുക്കാനായി തനിക്ക് കിട്ടില്ല എന്ന് അവൻ പറയുമ്പോൾ അപ്പൊ നീ ഗീവ് അപ്പ് ചെയ്യാൻ പോവാണെന്ന് ജിൻ സംസാരിക്കുന്ന അയാൾ ചോദിക്കുന്നുണ്ട്. അല്ല, 2 മാസം ഉണ്ടല്ലോ, എങ്ങനെയും ട്രൈ ചെയ്ത് കാർ വേണ്ട രീതിയിൽ ഒന്ന് മെച്ചപ്പെടുത്തി എടുത്ത് ആ റേസിൽ ടോപ്പിൽ എത്തണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹമെന്നും ജിൻ പറയുന്ന ടീം. നിങ്ങളെപ്പോഴും ചൈനയിലേക്ക് പോകുന്നതെന്ന് അവൻ അയാളോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാനാ പ്ലാൻ. എന്തായാലും പോകുന്നതിന് മുന്നേ നിന്റെ അടുത്ത് നിന്ന് നല്ലൊരു ന്യൂസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് അയാൾ റേസിംഗ് സംബന്ധമായ കാര്യത്തെ പറ്റി ജിന്നിനോട് പറയുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കണം. എന്തായാലും വലിയ എന്തോ റേസിൽ ജിൻ പങ്കെടുക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്ന സൂചന നൽകിക്കൊണ്ടാണ് എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.